കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരു നിമിഷം പാണ്ഡവ സൈന്യം മുഴുവൻ മരണത്തിന്റെ അരികിൽ എത്തി നിന്നിരുന്നു. ആ നിമിഷം ആകാശം തീപ്പൊരി പോലെ പിളർന്നിരുന്നു. അസ്ത്രങ്ങൾ മഴ പോലെ പതിച്ചിരുന്നു. അതൊരു സാധാരണ അസ്ത്രം അല്ല, അതായിരുന്നു നാരായണ അസ്ത്രം. ഒരു ദൈവത്തിന്റെ കോപം, ഒരു യോദ്ധാവിന്റെ പ്രതികാരം, ഒരു അസ്ത്രം. എന്തുകൊണ്ട് മുഴുവൻ സൈന്യത്തെയും നശിപ്പിക്കാൻ പോലും ശേഷിയുള്ളത് ആയത്? നാരായണാസ്ത്രം എന്നത് എന്താണ്? നാരായണാസ്ത്രം എന്നത് വിഷ്ണുവിന്റെ ദൈവിക ശക്തിയിൽ ഉടലെടുത്ത ഒരു അസ്ത്രമാണ്. വിഷ്ണുവിന്റെ കോപത്തിന്റെ പ്രതീകമാണ് ഈ അസ്ത്രം. ഇതിന്റെ പ്രത്യേകതകൾ: ഒരാൾ ഈ അസ്ത്രത്തെ എതിർത്താൽ എതിർക്കുന്നവൻ എത്ര ശക്തിയെടുത്താണോ എതിർക്കുന്നത്, അതിന്റെ ഇരട്ടിയായി ഈ അസ്ത്രം അവനെ ആക്രമിക്കും. മറിച്ച് ഈ അസ്ത്രത്തോട് വിനയവും ബഹുമാനവും കാണിച്ചാൽ എത്ര വലിയ ദുഷ്ടനാണെങ്കിലും അവനെ ഈ അസ്ത്രം സ്പർശിക്കില്ല. തൊടുത്തുവിടുന്നത് ഒരസ്ത്രം ആണെങ്കിലും ആയിരക്കണക്കിന് ഇത് വിഭജിക്കുക എന്നത് ഈ മഹാസ്ത്രത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. മഹാഭാരതത്തിൽ ദ്രോണർ വിഷ്ണു ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് കഠിനമായി തപസ് അനുഷ്ഠിച്ചു. അദ്ദേഹത്തെ പ്രത്യക്ഷനാക്കി. ഗുരുദ്രോണരുടെ കഠിനമായ തപസ് കണ്ട വിഷ്ണു സന്തുഷ്ടനായി അദ്ദേഹത്തിന് ഈ ദിവ്യാസ്ത്രം വരമായി നൽകി. എന്നാൽ മഹാവിഷ്ണു ഭഗവാൻ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു: ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉപയോഗിക്കാമെന്ന്. എന്നിരുന്നാലും ദ്രോണർ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ ദിവ്യാസ്ത്രം ഉപയോഗിച്ചിട്ടില്ല. അത് മറ്റൊരു സത്യമാണ്. എന്നാൽ അദ്ദേഹം ഈ ദിവ്യാസ്ത്ര മന്ത്രം തന്റെ മകനായ അശ്വത്ഥാമാവിന് പറഞ്ഞു കൊടുത്തു. യുദ്ധത്തിൽ ദ്രോണർ കൊല്ലപ്പെട്ടു. ഇത് കേട്ട് ദുഃഖം കൊണ്ടും കോപം കൊണ്ടും പ്രതികാരം കൊണ്ടും തിളച്ചു മറിഞ്ഞ അശ്വത്ഥാമാവ് ഈ ദിവ്യാസ്ത്രം പാണ്ഡവ സൈന്യത്തിലേക്ക് പ്രയോഗിക്കുന്നു. ആ അസ്ത്രത്തിന്റെ പ്രഭയിൽ ആകാശം ഭീകരമായി. പാണ്ഡവ സൈന്യം ഒട്ടാകെ ഭീതിമയമായി. എന്നാൽ കൃഷ്ണന്റെ സമയോചിതമായ ഇടപെടൽ ആ സമയത്തുണ്ടായി. കൃഷ്ണൻ ഇപ്രകാരം ഏവരോടും പറഞ്ഞു: എല്ലാവരും ആയുധം താഴെ വയ്ക്കുക, ആരും പോരാടരുത്, സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുക. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട പാണ്ഡവരും സൈന്യവും അപ്രകാരം തന്നെ ചെയ്തു. നാരായണാസ്ത്രം ഒരു അസ്ത്രം മാത്രമല്ല, ഒരു പാഠം കൂടെ ആണ്. ഇന്നും നമ്മളുടെ ജീവിതത്തിൽ കുറച്ച് സാഹചര്യങ്ങളിൽ നമ്മൾ പോരാടാതെ ഇരിക്കുക എന്ന് വലിയൊരു സന്ദേശമാണ് നാരായണാസ്ത്രം എന്നതുകൊണ്ട് മഹാഭാരതം പറഞ്ഞു നൽകുന്നത്.